116 നമ്പർ ആയത്ത്. ഇത് ഖാല അല്ലാഹു ഈസ ബിനു മറിയം, അള്ളാഹു പരലോകത്ത് നിന്ന് ഈസ ബിനു മറിയം യേശു ക്രിസ്തുവിനോട് ചോദിക്കും, അഅന്ത ഖുൽത ലിന്നാസി അത്തഖിദൂനി ഉമ്മിയ ഇലാഹൈൻ, നീയാണോ ജനങ്ങളോട് പറഞ്ഞത് എന്നെയും എൻ്റെ മാതാവിനെയും നിങ്ങൾ ദൈവങ്ങളാക്കിക്കൊള്ളുവീനെന്ന്? എന്താ ചോദ്യം? അപ്പം എന്താ പറയുക? യേശു ക്രിസ്തു ഈസാ നബി എന്താ പറയുക അറിയോ? ഖാല സുബ്ഹാനക, നീ എത്ര പരിശുദ്ധനാണ് അല്ലാഹുവേ, മാ യകൂനു ലി അൻ അഖൂല മാ ലൈസ ബിഹഖ്, ഇത് എനിക്ക് പറയാൻ യാതൊരു അവകാശമില്ലാത്തത് ഞാൻ പറയാവതല്ലോ. ഇന്ന് അള്ളാഹുവിന് പുറമെ ആരാധിക്കുന്ന സിയമ്മടവൂര്, മമ്പ്രതങ്ങൾ, ശ്രീരാമൻ, ശ്രീകൃഷ്ണൻ, എല്ലാവരും ഇതന്നെ പറയാം. കാരണം മരിച്ചുപോയ മനുഷ്യന്മാരെ ആരാധിക്കാൻ പറഞ്ഞില്ല. ഇത് അതിനൊരു ഉദാഹരണമാണ് പറയുന്നത്. യേശു ക്രിസ്തു പരലോകത്തെന്ന് പറയും, നീയാണോ, അള്ളാഹു ചോദിക്കും, നീയാണോ ഈസ മറിയമ്മിൻ്റെ മകനെ, നീയാണോ പറഞ്ഞത് എനിക്ക് പുറമെ നിന്നെ നിൻ്റെ മാതാവിനൊക്കെ ക്രിസ്ത്യാനികൾ 3 ദൈവമാണല്ലോ, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ചിലർ മറിയമ്മിനെ ആരാധിക്കുന്നു. അപ്പം ഞാനത് പറഞ്ഞിരുന്നുവെങ്കിൽ തീർച്ചയായും നീ അത് അറിഞ്ഞിരിക്കുമല്ലോ. എൻ്റെ മനസ്സിലുള്ളത് നീ അറിയും, നിൻ്റെ മനസ്സിലുള്ളത് ഞാൻ അറിയില്ല. തീർച്ചയായും നീ തന്നെയാണ് അദൃശ്യ കാര്യങ്ങൾ അറിയുന്നവൻ. ഇത് എല്ലാ അള്ളാഹുവിന് പുറമെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ബദരീങ്ങളാകട്ടെ, മൊയ്തീൻ ഷെയ്ഖാകട്ടെ, മമ്പ്രതങ്ങളാകട്ടെ, പിന്നെ ഹിന്ദുക്കളെ ശ്രീരാമന്, ശ്രീകൃഷ്ണൻ, ആരൊക്കെ ആകട്ടെ, അവരെല്ലാവരും പരലോകത്തുനിന്ന് പറയുന്നു. ഞങ്ങളറിയില്ല ഇവരെന്തൊക്കെ ജാറുണ്ടാക്കിയ, വിഗ്രഹം ഉണ്ടാക്കിയ, ഇവരെന്താ ചെയ്ത് ഞങ്ങൾക്കറിയില്ല. എത്ര കറക്റ്റാണെന്ന്. യേശു ക്രിസ്തുവിനെ ഇതേ വചനം ബൈബിളിലുണ്ട്, യോഹന്നാൻ സുവിശേഷത്തിലോ മത്തായിലുണ്ട്, ഇതേ സെയിം. അത് കണ്ടിട്ട് വെച്ചാൽ ക്രിസ്ത്യാനി വേഗം വിട്ടു മുസ്ലിമായി. ആരോ ട്രെയിനിൽ നിന്ന് പറഞ്ഞു കൊടുത്ത ആളാണ്, നിങ്ങളെ വേദത്തിലുണ്ട് പറഞ്ഞു, അതോടുകൂടി തന്നെ ഒഴിവാക്കിയത്.